ഹോം ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പില്ലാത്ത ഒരു പാവയ്ക്കക്കറിയാണ്. ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്ക വഴറ്റിയെടുക്കാനായിട്ട് പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പാവയ്ക്കയുടെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിലേക്ക് നമുക്കിനി ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉലുവയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കണം. നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ പാകത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കും. ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കും. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുത്തണം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം.
അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാലോ പച്ചത്തേങ്ങ അരച്ചോ ചേർത്താൽ ഇച്ചിരൂടെ ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ പാവയ്ക്കക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പ്പ് തോന്നത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്നും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.